അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് അമ്പലം വരെ പോവാം. അപ്പോൾ ഇത് പോകുന്നത് നമ്മൾ ബർദുബായിലുള്ള അമ്പലത്തിലാട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ജബലലിലും പോയിട്ടുണ്ട്, അബുദാബിയിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷമായിട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ടെമ്പിളാട്ടോ പോകുന്നത്. ബർദുബായിൽ നമ്മളിവിടെ വന്നതിന് ശേഷം കുറേ പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ അമ്പലത്തിൽ പോയാലാണ് നമുക്ക് ആ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്നാലുപരി നമുക്ക് അമ്പലത്തിൽ പോയിരുന്നൊരു തോന്നലുണ്ടാവില്ല. നമുക്ക് മനസ്സിങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഇവിടെ കൃഷ്ണൻ്റെ ഒക്കെ ഒരു ഫോട്ടോയും ഒക്കെയാണ് ഉള്ളത്. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ എത്തി ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ വാട്ടർ മെട്രോയും അതുപോലെ തന്നെ നമുക്ക് റൈഡും ബോട്ടിലൊക്കെ കൊണ്ടുപോകുക ചെയ്യും. വൻദർഹത്തിനൊക്കെ ഇതൊക്കെ നമുക്ക് ദുബായിലുള്ളവർക്കൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അമ്പലത്തേക്ക് പോകണമെങ്കിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 ദിർഹത്തിന് തൊട്ടിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ ഡ്രസ്സ്, അതുപോലെ നമ്മുടെ നാട്ടിലെ കുപ്പിവളകൾ, മാലകൾ, ഇഷ്ടം പോലെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല, കാരണം പിള്ളേർ ഭയങ്കര ഇതായിരുന്നു രാവിലെ ആയതുകൊണ്ടേ അതിൻ്റെതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. നല്ല മുല്ലപ്പൂവിൻ്റെ മണം, റോസാപ്പൂവ്, നല്ല രസമാണ് കേട്ടോ. ചെത്തിയൊക്കെ നമുക്ക് നാട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ ഒരു അയ്യപ്പൻ്റെ ഒരു ചെറിയൊരു ഇത് വാങ്ങിച്ച്, ഒരു വിഗ്രഹം പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കരാമയിലേക്ക് വന്നു. കയറിയിട്ട് നമ്മൾ വൈറലായിട്ടുള്ള നമ്മൾ ബീഫ് കഴിച്ച്, നമ്മൾ കേരള സ്റ്റോറിലൂടെ ബീഫ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. പൊറോട്ടയും ബീഫും അടിപൊളി ടേസ്റ്റ് അല്ലേ, നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഷാർജയിലേക്ക് കേട്ടോ. കാരണം പിള്ളേർ ടയേർഡായി, കാരണം രാവിലെ നമ്മൾ എഴുന്നേറ്റൊക്കെ ചെയ്തായിരുന്നു, കാരണം ഷാർജയിൽ നിന്ന് ദുബായിക്ക് വരണമല്ലോ. അപ്പോൾ അത്രയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ കാണുന്നത്.